ഹലോ ഗൈസ്, മഹാലക്ഷ്മിയിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരിവാണ് ഇനി വരാൻ പോകുന്നത്. അതേ കൂട്ടുകാരെ, നമ്മുടെ മേഘനാഥൻ തോമസ് വൈദ്യരുടെ അടുത്തേക്ക്, അതായത് കണ്ണൻ അവിടെ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ കണ്ണനെ തീർക്കാൻ വേണ്ടി ഒരാളെ അങ്ങോട്ടേക്ക് ഇറക്കും എന്ന് നമ്മൾ പ്രേക്ഷകരോട് ആ ഒരു കഥയിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പ്രേക്ഷകർ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചത് നമ്മുടെ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ വന്നത് അയ്യപ്പസ്വാമി ആണെന്നായിരുന്നു. പിന്നീടുള്ള എപ്പിസോഡുകൾ കണ്ടപ്പോൾ അത് വെറും ഒരു പച്ചയായ മനുഷ്യനാണ്. ആരും ഒരു എന്താ പറയാ, ആരും പോലും ഇല്ലാതെ വെറുതെ ഗുണ്ടായിസമായിട്ട് നടക്കുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹം ആ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്ന് ആരുടെ മേത്തും കൈവെക്കാൻ ഇടവരുത്തരുതേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിക്കവാറും ഇടിയും തൊഴിയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വരാൻ പോകുന്ന ട്വിസ്റ്റ് എന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അതേ കൂട്ടുകാരെ, നമ്മുടെ മേഘനാഥൻ ഇദ്ദേഹത്തെ ആയിരിക്കും നമ്മുടെ കണ്ണനെ തീർക്കാൻ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് വിടുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഇദ്ദേഹം ഇത് കണ്ണനാണല്ലോ, മഹാലക്ഷ്മിയുടെ ഭർത്താവാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നമ്മുടെ കണ്ണനെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലൊന്നും ആകില്ല. പിന്നീടായിരിക്കും നമ്മുടെ മഹാലക്ഷ്മി അവിടെ തോമസ് വൈദ്യരുടെ അടുത്ത് എത്തുമ്പോഴായിരിക്കും മഹാലക്ഷ്മിയുടെ ഭർത്താവാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാര്യമൊക്കെ അയാൾ മനസ്സിലാക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കണ്ണനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക എന്നതായിരിക്കും അയാളുടെ ദൗത്യം. മഹാലക്ഷ്മിയും കുടുംബത്തെയും അദ്ദേഹം ഒരിക്കലും സങ്കടപ്പെടുത്താൻ മനഃപൂർവ്വം നിൽക്കില്ല അല്ലെ. അപ്പൊ എന്തായാലും ഈ നമ്മുടെ മേഘനാഥനും കൂട്ടരും നമ്മുടെ കണ്ണനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നറിഞ്ഞ അദ്ദേഹം പിന്നെ നമ്മുടെ കണ്ണന് ബോഡി ഗാർഡായി മാറുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഭയങ്കര ത്രസിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.